ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ 10ാമത്തെ ലെവലെത്താൻ നമ്മൾ അടുത്ത വീഡിയോ എടുത്തില്ലെന്ന്. എന്തായാലും നമ്മൾ 10ാമത്തെ ലെവലും കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ്, 10ാമത്തെ ലെവലെത്തിയിരിക്കുന്നു. ബൈ 10 കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 14ാമത്തെ ലെവൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഒരു വിശിഷ്ട അതിഥി ഇരിക്കുന്ന കാണാം. ഗൈസ്, ഇവനെ ടൈം ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചതാണ്. ബൈ സ്റ്റക്കായോടെ പുറകോ ഗൈസ്, എന്തോ ഒരു ചെറിയ പ്രശ്നം. അപ്പം ഇവനെ ടൈം ചെയ്യുന്ന നമ്മൾ നോക്കിയതാണ്. ഇവനെ ടൈം ചെയ്യാൻ വേണ്ടി നമ്മൾ പാരസോർ കണ്ടോ, ഇവനെ നമ്മൾ പേരിട്ടിട്ടില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഒരു പേര്. നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാനൊരു പേര് ഇടും കേട്ടോ. ബൈ ഇവനൊരു ആണാണ് കണ്ടോ, ഇവനാണ്. അപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ഇവനെ നമ്മൾ ടൈം ചെയ്ത്, ബട്ട് ഇവനെ നമ്മൾ ടൈം ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിലില്ല, ആ വീഡിയോ പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇവരെ നമ്മൾ ബേസ് നിർത്തിയിട്ടില്ല. ബേസ് നമ്മൾ കുറച്ച് ടോർച്ചൊക്കെ വെച്ചു. നമുക്കിവിടെ അടുത്തായിട്ട് കണ്ട് ആ ഒരു മലയുടെ ആ കല്ലിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഡ്രോപ്പ് വന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ടോർച്ച് വെച്ചേക്കുവാണ്. നമ്മൾ അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവരെ കൊണ്ട് നമ്മൾ രാത്രി ഇന്നലെയാണ് തോന്നുന്നു, രാത്രി ഹണ്ടിങ്ങിന് ഞാൻ പോയായിരുന്നു. ഗായ്സ്, ഇവിടെ ഇരിക്കുന്ന മീറ്റ് കണ്ടോ, 32 മിനിറ്റ്. പിന്നെ നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന്മാരെയൊക്കെ കൊല്ലുന്ന സമയത്തും നമുക്ക് നല്ലോണം ഇത് കിട്ടുന്നുണ്ടായിരുന്നു, ഹൈഡും കാര്യങ്ങളും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതിരിക്കും എൻ്റെ കയ്യിൽ കിടക്കുന്ന ഹൈഡും കാര്യങ്ങളും. കുറേ ഹൈഡുണ്ട്. ട്രാൻസ്ഫർ ഗൈസ്, ഓക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ സ്പോയിലാവുന്ന മീറ്റില്ലേ, ആ സ്പോയിലാവുന്ന മീറ്റും കാര്യങ്ങളും നമ്മൾ കുറേ വട്ടം യൂസ് ചെയ്ത് അപ്പോഴത്തേക്ക് അങ്ങനെ യൂസ് ചെയ്ത് നമ്മളിവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഇത്ര ലാഗ് വരുന്നത്. ഇന്നലെ ഒന്നും ഇത്ര ലാഗില്ലായിരുന്നു. ഓക്കെ, നമ്മളിവിടെ നമ്മളുടെ നർക്കോട്ടിക്സ് മാക്സിമം നമ്മുടെ ഈ ഇതാവുന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് 10 ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ബെറിയും ഈ നർക്കോട്ടിക്സും ഇട്ട് ഇങ്ങനെ സെറ്റാക്കും. ഇനിയിപ്പോൾ എനിക്ക് 3 സെറ്റാക്കാം. 13 ആരോയാണ്. 13 ആരോ പോരാ, 20 ആരോ ഈ നർക്കോട്ടിക്സിൻ്റെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നോക്കുന്നതായിരിക്കും. എന്നെ അപ്പം അതിൻ്റെ പേരും മറന്നുപോയി. ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിന് സ്പാർക്ക് പൗഡർ, ഇത് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് കിട്ടിയതാണ്. പക്ഷേ ഈ സ്പാർക്ക് പൗഡർ നല്ലോണം ഉപയോഗപ്പെടുന്ന സാധനമാണ്. ഈ സ്പാർക്ക് പൗഡർ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടാക്കും ഇതിൻ്റെ അകത്ത്. അപ്പം ഈ കുക്കിൻ്റെയൊക്കെ മീറ്റൊക്കെ ചെറുതായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ എഗ്ഗൊക്കെ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും നമുക്ക്. ഞാൻ പിന്നെ എൻ്റെ തലയിരിക്കുന്ന സാധനം എടുത്ത് മാറ്റിയായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണിച്ചത്. അതിന് പകരം നമ്മൾ പുതിയൊരു സാധനം കൊണ്ടുവന്നേക്കുവാണ്. ഗൈസ്, തൊപ്പിച്ചക്കനെ ഞാൻ കൊണ്ടുവന്നേക്കുവാണ്. അവനേക്കാരും നല്ലോണം എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവനെ നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് ലെവലും കാര്യങ്ങളും അത്യാവശ്യം നല്ലതൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ എന്നാണ്ട് ഇവിടെ എത്രയാണ് വെട്ടിക്കളന്നതാണ്. എനിക്ക് സ്പാർക്ക് പൗഡർ വരെ അൺലോക്ക് ആയായിരുന്നു. സ്പാർക്ക് പൗഡർ ഞാൻ അൺലോക്ക് ആക്കി ഇട്ടതാണ്. ഇത് 8 അൺലോക്ക് ആകുന്നതിന് മുമ്പേ എനിക്ക് സ്പാർക്ക് പൗഡർ കിട്ടി. സ്പാർക്ക് പൗഡറിൻ്റെ അകത്ത് എനിക്ക് കുക്കിംഗ് പോട്ടും ഉണ്ടാക്കണം, സൈഡ് ഗ്ലാസ്സും ഉണ്ടാക്കണം. സൈഡ് ഗ്ലാസ്സിന് വേണ്ടി നമുക്കൊരു ക്രിസ്റ്റൽ വേണം. ക്രിസ്റ്റൽ ഒപ്പിക്കാൻ വേണ്ടി ഞാനൊരു മല കണ്ടുവച്ചിട്ടുണ്ട്, അത് പോകണം. ഇവനായിട്ടാണ് പോകുന്നത്. പെയിൻറ്റിങ് ബ്രഷ്, സ്മോൾ ക്രോപ്പ് പ്ലോട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ട്രെയിനിങ് ഡബ്ബ്, പിന്നെ വുഡൻ സ്വിങ്. അങ്ങനെ നമ്മൾ കണ്ട് ഈ ഒരു സാഡിലിൻ്റെ അകത്ത് നമ്മൾ ആമേനെ ഇതിനൊന്നും ടൈം ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് പാരസോറിനെയാണ് ടൈം ചെയ്യാൻ പോകുന്നത്.
പിന്നെ നമുക്ക് ഈ വുഡൻ്റെ സംഭവം ഒന്ന് അൺലോക്ക് ആക്കിയിട്ട് ഇനി ഇത് വെച്ച് ഉണ്ടാക്കണം, എന്നാലേ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ. പിന്നെ പാച്ചിയുടെ സാഡിൽ വരെ നമുക്ക് അൺലോക്കായി. പാച്ചിയും ഇച്ചിറോസോറസിന് ഞാൻ കടലിൽ മൊത്തം തപ്പേണ്ട വരും കിട്ടണമെങ്കിൽ. പാച്ചിനെ ഇപ്പോൾ കര എവിടെയെങ്കിലും ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ഇത് അൺലോക്കാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ എത്ര എണ്ണയൊക്കെ വേണം നോക്കട്ടെ. 80 വുഡ് വേണം. ഇത് മാത്രം ചെറിയ സീൻ, ബാക്കിയെല്ലാം നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. 80 വുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എന്തോ പറ്റി കേട്ടോ. അതാണ്ട് ഇപ്പം ചാടിയിട്ടൊക്കെ പൊങ്ങുന്നു. ഓക്കെ, നോക്കട്ടെ. ഇതിൻ്റെ അകത്തൊന്നും ആരും ഒന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് സ്പാർക്ക് പൗഡറും ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സാധനം വെക്കാമല്ലോ. നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഹൈഡ് അപ്പുറത്തേൻ്റെ അകത്ത് ഇടുന്നത്. പിന്നെ ഇങ്ങോട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇടാനില്ല. ഇതൊന്നും ഇട്ടേക്കല്ലേ. ഇതിട്ടിട്ടുണ്ട്. നമുക്ക് റാപ്റ്ററിനെ ടൈം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. പോഷൻ ഒക്കെ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി എനിക്ക് നമ്മുടെ ഇവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇതെടുക്കാം. ഇവനെ കൊണ്ട് ഞാൻ ഗാദറിയൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. ഓക്കെ, ലെവലപ്പ് വന്നിരിക്കുന്നു. നമ്മളിവൻ്റെ ബൈറ്റാണ് കൂട്ടി കൊടുക്കുന്നത്. ഡാമേജ് നല്ലോണം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇവനെ നമ്മൾ സ്റ്റാമിന, വെയിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂട്ടി കൊടുക്കേണ്ടത്. ബട്ട് ഞാൻ ഇതാണ് കൂട്ടി കൊടുക്കുന്നത്. കാരണം ഇവനെ അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ആൻഡ് നമ്മൾ 5 ബോളയും അത്യാവശ്യം 28 അമ്പും ഒക്കെ നമ്മൾ 2 റാപ്റ്റർ നമ്മൾ കൊന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെയാണ്. ഫൈബർ ഇവൻ്റെ ഉണ്ടല്ലോ, എൻ്റെ ഉണ്ടായല്ലോ. ഇവൻ്റെ ഉണ്ട് ഫൈബർ. ഇത് നല്ലോണം താച്ചും കാര്യങ്ങളും കളക്ട് ചെയ്ത് തരും ഗൈസ്. ഇതെടുക്കണം, എടുത്തേക്കാം ഗൈസ്. ഇത് കഴിഞ്ഞ് ഞാൻ വന്നത്, ഞാൻ തൊടുന്നതിൻ്റെ വേറെ ആണല്ലോ വരുന്നത്. അവിടെ എന്നിവിടെ നടക്കുന്നത്. എന്തോ ഗെയിമിന് എന്താണ്ടൊക്കെ പറ്റി. ഈ ബെറീസൊക്കെ ഞാൻ അകത്തോട്ട് തന്നെ വെച്ചേക്കാം. ഈ ബെറീസൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത ബെറീസാണ്. ഇവൻ കഴിച്ചോളും ഇതൊക്കെ. പിന്നെ നമുക്ക് ഇതും വേണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയുണ്ട്. ഓക്കെ, ഇനി ക്രാഫ്റ്റിങ്ങിൽ പോയിട്ട് നമ്മുടെ ഇവനുണ്ടാക്കാമല്ലേ. എത്ര ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും നോക്കട്ടെ. എത്ര ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. 2 കൊണ്ട് എനിക്ക് നേടാൻ പോകുന്നത് ഹാച്ചിങ് റൂം ഉണ്ടാക്കണം. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഹാച്ച് ചെയ്യാൻ വേണ്ടി ഒരു റൂമും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളും ശരിയാക്കാം. അപ്പം അതിൻ്റെ പരിപാടി എനിക്കിത് ശരിയാക്കണം. റിപ്പയർ ട്രാൻസ്ഫർ ഓൾ ഐറ്റംസ് വേണ്ട. ഇത് റിപ്പയർ, ഇന്നും റിപ്പയർ. ഓക്കെ, എല്ലാം റിപ്പയർ ആക്കിയിട്ടുണ്ട്. ബോയും റിപ്പയർ ആക്കിയിട്ടുണ്ട്. റിപ്പയർ. ഓക്കെ, ഇനി ഫൈബറിൻ്റെ ആവശ്യമില്ല. ഫൈബർ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടേക്കാം, അതാണ് നല്ലത്. പിന്നെ അത്യാവശ്യം വെയിറ്റും കാര്യം കൊള്ളും. അതുകൊണ്ടാണ് പിന്നെ വെയിറ്റും കാര്യങ്ങളും അത്ര ശ്രദ്ധിക്കാതിരുന്നത്. എന്തായാലും നമ്മൾ അകത്ത് കിടക്കുന്ന ഇത് ചീത്തയായി പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി ഈ സാധനമൊക്കെ ഇരുന്ന് ഇടട്ടെ. അമ്മാ ദേവി, ഇവിടെ കണ്ടായിട്ട് ഞാൻ കഥ വെച്ചു. നമ്മൾ കഥകൾക്ക് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഉൾക്കാണ്ട് ശരിയാക്കാം. തുറക്കട്ടെ. ഗൈസ്, നമ്മൾ കഥകൾക്ക് കയറിയിരിക്കുന്നു. കണ്ടോ, ഇതൊരു വിശാലമായിട്ടുള്ള സ്ഥലം കിടക്കുമ്പോഴത്തേക്കും നമ്മളതിന് അവിടെ നിന്നാണ് കഥയും പറഞ്ഞു വരുന്നത്. അതെൻ്റെ ഡൗട്ട്. നമ്മളിത് ചെയ്തിട്ട് നമ്മൾ ആ മല കയറാൻ വേണ്ടി പോവുകയാണ്. മലയെന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാ കാടിൻ്റെ അത് വഴി പോവുക. അതിൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
ഓ ഇങ്ങനെയാണല്ലേ. ഇതിനൊക്കെ എന്തോ പറ്റി. ഡ്രഗ്. ഓക്കെ, ഡ്രഗ്. ക്രാഫ്റ്റ്. ഈ 3 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് ക്രാഫ്റ്റ് ആയിക്കോളും. ബേസും കാര്യങ്ങളും നമുക്ക് കുറച്ച് അധികം കളക്ട് ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ചക്കനെടുത്തുകൊണ്ട് വേട്ടയ്ക്ക് പോകാം. പുലിമുരുക. ബൈ ദ വേ ഗൈസ്, നമുക്ക് ചെറിയ പണിയുണ്ട്. അമ്പ് ഈ അമ്പ് നമുക്ക് ഇവൻ്റെ പുറത്തിരുന്നുകൊണ്ടിരുന്നു. അതിനായി നമ്മൾ ചെറിയ പണി ചെയ്യാൻ പോവാണ്. അതിന് കയറിയിട്ട് കൈ വയ്ക്കും. ഓക്കെ, ഇനിയും ഇവിടെ കൺട്രോൾസ്, ഹൈഡ് മാപ്പ്, ഗ്ലോബൽ കൺട്രോൾസ്, വീഡിയോ, ടാപ്പ് ടു മൗണ്ട്, ഇൻവെൻട്രി ലുക്ക്, ലോങ് പ്രസ്, ഡിസ്മൗണ്ട്, യൂസ് ഷോർട്ട് ബട്ടൺ. ഓക്കെ ഗൈസ്, നമുക്കൊരു സാധനം കണ്ടാണ്. ലെഫ്റ്റ് മൾട്ടി ടാപ്പ്, ഹോട്ട് ബാർ, ഗ്രാഫിക്സ് നമുക്ക് വേണ്ടത്. നമുക്ക് ഡൈനോസറിൻ്റെ പൊക്കത്ത് കയറിയിരുന്ന് അടിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട് വ്യൂ കിട്ടത്തില്ല. ഇല്ല, എനിക്കതായിരുന്നു. ഫ്രണ്ട് വ്യൂ കിട്ടുവാണെങ്കിൽ ഫ്രണ്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഇവനായിട്ട് ഓടിക്കുമായിരുന്നു. എന്ത് പറയാനാ, നമുക്കെന്തായാലും ഇവൻ്റെ പൊക്കത്ത് കയറാം. ഇവൻ്റെതാണ് കേട്ടോ കാണുന്നത്, അടിയിൽ കണ്ടത്. കുറച്ച് മുമ്പ് ഞാൻ കിടന്നുറങ്ങിയ ബെഡിൻ്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവനുമായിട്ട് പറക്കാം. ഇവിടെ എന്തെങ്കിലും ജീവനെ കണ്ടു. ഇവനെ അടിച്ചു കഴിഞ്ഞ് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. വെറുതെ എന്നതിന് വട്ടത്തരം കാണിച്ചായിരിക്കും. ബേസ് അത്യാവശ്യം സെറ്റായി. കാരണം നമ്മൾ ലോങ് ഷോട്ടിലൊക്കെ അവിടെ ചെന്ന് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് കണ്ടു. കണ്ടോ, തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ആ കാണുന്ന ഏതെങ്കിലും ഒരു മല കയറണം. ഞാൻ ആലോചിക്കുന്നത് ആദ്യമേ നമുക്ക് ഈ ഒരു ദ്വീപിൽ നിന്ന് അപ്പുറത്തോട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഗൈസ്? വയലൻസ് ഏറിയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന ഏറിയൊക്കെ. നല്ല അടി കിട്ടാൻ കാര്യമുണ്ട്. ആ 4 ലെവലുള്ളവനെ നമ്മൾ ചെയ്യും. കാരണം അവൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഡിസൈൻ നോക്കി എല്ലാവരും ഇവൻ ഈ ദ്വീപിൽ തന്നെ ഇവന് മാത്രമേ ഈ കളറുള്ളൂ. പുതിയതായിട്ട് ഏതോ ഒരുത്തൻ സ്പോണായെന്ന് തോന്നുന്നു. അവനെ അടിച്ച് കൊല്ലണം. നമ്മുടെ രാജ്യത്ത് നമ്മൾ മാത്രം ഇങ്ങനെ ആയാൽ മതി. എനിക്ക് അപ്പുറത്തോട്ട് പോകണം. ഇങ്ങനെയും വെച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റടിക്ക് അമ്മമാരടിച്ച് കയറ്റി തരും. ആ ഗായ്സ് വേണ്ടേ, ഇതല്ലേ ഇത് ഒരേ കളറല്ലേ? അല്ല ഗൈസ്, അവന് കടും കളറ്, എനിക്ക് ലൈറ്റ് കളർ. ഇതുണ്ട് വാലിട്ടിരിക്കുന്നത്. ആകാശത്തിൽ കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം അനുസരിച്ച് നമുക്ക് ഇതിലും കൂടുതൽ പോകേണ്ട വരും. എനിക്ക് വേണ്ടൊരു സാധനത്തിന് ഞാൻ എടുക്കണം പെട്ടെന്ന് തന്നെ. ടൈമിങ് നല്ല കറക്റ്റ് ടൈം. ഇതെടുത്ത് കയ്യിലോട്ട് വരിക. ഇതെടുത്തിട്ട് ലാസ്റ്റ് സൈഡ് പോകണം. അയ്യോ ഇതല്ല, ഈ സാധനം അല്ല. ഓക്കെ, ഇനി ഇത്രയും ചെയ്താൽ മതി. ഇവനോട് ടൈം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 15ാമത്തെ ലെവലിൽ എത്തുമെന്ന് തോന്നുന്നത്. 15 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീന. പിന്നെ ഇവനെ എന്തിനാണ് ടീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈബറും കാര്യങ്ങളും നല്ലതായിട്ട് കളക്ട് ചെയ്ത് തരുന്നുണ്ട്. ഈ പുഴു പോലത്തിരിക്കുന്ന സാധനം ഇപ്പം ഇവനെ ടൈം ചെയ്യണമെങ്കിൽ മെജോബെറി ഫീഡ് ചെയ്താൽ മതി.
അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആദ്യമേ സിംഗിൾ കൈയോട് ഇവൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഏറ്റവും അവസാന ഷോട്ടിൽ ഈ ഒരു മെജോബറിയും കാര്യങ്ങളും വയ്ക്കുക. ഇതെങ്ങനെ എടുക്കും? ഹിസ്റ്ററി പണി കിട്ടി. ഇങ്ങനെ നമ്മൾ ടൈം ചെയ്യുന്നില്ല. ചെറിയ പണി കിട്ടി. എന്തായാലും നമുക്ക് ഇവൻ്റെ വക്കത്ത് കയറാം. എന്നിട്ട് വണ്ടി ഇടാം. ഈ സീവൻ എത്ര ലെവലുണ്ട്? കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്. അതിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ട്. സ്നേഹില്ല അപ്പം അങ്ങനെ തന്നെയാണ്. 4 ഈ ഒരു ഐലൻഡിൽ അത്യാവശ്യം ലെവൽ കുറഞ്ഞൊക്കെയാണ് സ്പോണാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലെവലുള്ളതിനെ പിടിക്കുന്നത്. ഇത് നല്ല വാട്ട കളറ്. ഞാൻ നോക്കിയതാണ്. ഇവിടെ കുറേ എടുത്തുണ്ട് ഈ കളർ. നമുക്ക് വെറൈറ്റി മറ്റേ സ്റ്റാമിന ഒന്ന് സെറ്റാക്കാം ഗൈസ്. സ്റ്റാമിന ബൂസ്റ്റിംഗ് ടൈം ഗൈസ്. പെട്ടെന്ന് കിട്ടും സ്റ്റാമിന ബൂസ്റ്റ്. കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാമിന പടയുന്ന പറഞ്ഞാൽ ബൂസ്റ്റ്. കുറച്ച് ഡ്രോപ്പൊക്കെ എടുക്കണം. ഓക്കെ, നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ കുറേ ട്രൈക്ക് ഉണ്ട്. ഈ ട്രൈക്കിന് നമുക്ക് ഈ ട്രൈക്ക് കൊള്ളാമല്ലോ. കളർ കൊള്ളാം. പച്ചയും റെഡും രണ്ടും എത്ര? മറ്റേതൊന്നും എത്ര? മറ്റേ എത്ര? 9. ഇത് 2 അതിൻ്റെ എഗ്ഗ് കൊടുത്തൊന്ന് വേണമെങ്കിൽ കിടന്ന് കളയാം. എന്നിട്ട് നമുക്കവിടെ പെട്ടെന്ന് തന്നെ ഒരു ബ്രീഡിങ് സംഭവങ്ങളും സെറ്റാക്കാം. ഞാൻ വെച്ചോളൂ അമ്മ. അമ്മേ നമ്മളൊന്ന് നിശബ്ദമായിപ്പോയി. നമ്മൾ ഇവനെ അടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. നമ്മുടെ കുട്ടനെ അവൻ അടിക്കുന്നത്. കുട്ട സെറ്റല്ലേ? ഓ ഓ ഓ ഇവ സെറ്റാണ്.
നമുക്ക് എന്തായാലും വേണ്ട പക്കത്ത് കയറി നമുക്ക് ബാക്കി പരിപാടികൾക്ക് പോകാം. നമുക്കിവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇതുപോലത്തെ കുറേ എണ്ണത്തിന് പൈസ ഇത് റെഡ് ഫുഡ്സ് അല്ലേ പൈസ ജാതി വന്ന് നിൽക്കുന്നത് ഏകദേശം നമ്മുടെ തൊട്ടടുത്തല്ലേ. ഫുഡ്സ് ഗൈസ് റെഡ് ഫുഡ്സിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വെള്ളത്തിൽ മുതലാണ് വെള്ളം വഴി കയറി അപ്പുറത്ത് നടന്ന് നോക്കാം. ഗൈസ് ചെറുതായിട്ടൊരു പണി കിട്ടി. സ്റ്റാമിന സെറ്റൊക്കെ പോനെ പെട്ടെന്ന് ബെറീസ് എല്ലാം കഴിക്കുക. സുലു ബെറി നമുക്ക് സ്റ്റാമിന സെറ്റായി. മക്കളെ ഓടിക്കോ. നമുക്ക് എങ്ങനെയാണ്ട് ആ വഴിക്ക് എത്തണം. ഇങ്ങോട്ട് പെട്ടെന്ന് കേട്ടോ. ഇതൊരു ചെറിയ പണി കിട്ടി. നമ്മളെടുത്ത് ഒറ്റച്ചാട്ടം ചാടി കൊടുത്ത്. ബൈ ഇന്നത്തെ കാര്യങ്ങളെല്ലാം പാളിയുണ്ട്. ടാറ്റ ബൈ ബൈ. ദിസ് ഈസ് മൈ ഓവർ. അയ്യോ എന്ത് ചെയ്യും മുത്തിനെ വിളിക്കട്ടെ. മുത്തിനെ വിളിക്കണമെങ്കിൽ പിന്നെ മുത്തിനെ ഗൈസ് ഇത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവുന്നവരില്ല. നമുക്കൊന്ന് മുത്തിനെ വിളിച്ച് നോക്കാം. മുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഗോൾ കൊടുക്കാൻ പോവാം. എനിക്കെൻ്റെ മുത്തിനെ വേണം ഗൈസ്. നമ്മളെ ഗോൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കാണാനില്ല. നമ്മൾ ഗോൾ കൊടുക്കാൻ പോവാം. അതല്ല പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.